Many names, we thank you for bringing us here together. Bless us with wisdom, kindness, and unity. Help us respect every religion and live in peace and love with one another. Guide our thoughts and actions so we may bring goodness together in the world. കൂടഞ്ഞി പഞ്ചായത്തിൻ്റെയും റോട്ടറി മിസ്റ്റി മേഡോസ് ക്ലബിൻ്റെയും ഭാരവാഹികളായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങളെ, ഏറ്റവും ഉപരിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. രൂപീകരിക്കപ്പെട്ട കാലം മുതൽ നാൾതോറും പ്രാധാന്യം വർദ്ധിച്ച് ഇന്ന് കേരള സമൂഹത്തിലെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തികളുടെയും നിത്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കർമ്മസേനയായി തീരുവാൻ ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത് സാധ്യമായത് അവരിലെ ഓരോ അംഗങ്ങളുടെയും നിസ്തൂലവും നിസ്വാർത്ഥവുമായ പ്രവർത്തനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഫലമാണ്. ആയതിനാൽ ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുന്ന അവസരത്തിൽ ഈ വനിതാ കർമ്മസേനയെ ആദരിക്കുന്നതിന് ഈ വേദി സംഘടിപ്പിച്ച റോട്ടറി ക്ലബും കൂടഞ്ഞി പഞ്ചായത്ത് അധികാരികളും പ്രശംസ അറിയിക്കുന്നു. ഈ ചടങ്ങ് വഴിയായി ഹരിതകർമ്മസേനയിലെ ഓരോ അംഗങ്ങളും നാടിനായി ചെയ്യുന്ന സേവനം അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബോബി ഷിബുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രജി മത്തായിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും റോട്ടറി ക്ലബിൽ നിന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ ഓരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൻ്റെ വിജയം ആചരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഹരിതകർമ്മസേനയിലെ ഓരോ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുത്തുന്നു. നന്ദി. ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ക്ലബിൽ ആദ്യം ആവശ്യപ്പെട്ട ഒരു ഈ ഹരിതസേനാംഗങ്ങളെ ആദരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഐക്യകണ്ഠേനയാണ് ഇതിനെ പിന്തുണച്ചത്. നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണെന്ന് പറഞ്ഞത്. അന്നേരം ഇന്ന് ഈ അവസരത്തിൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്ന ബഹുമാനപ്പെട്ട കൂടഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബോബി ഷിബുവാണ്. നാടൊക്കെ കുറച്ച് സമയത്തിന് ഇവിടെ എത്തിച്ചേരും. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി എത്തിച്ചേരാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ശാരീരിക സൗകര്യമില്ലാത്തതുകൊണ്ട് ഇന്ന് വരുന്നില്ല നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീമതി നിസാറ ബീഗം ചെയർപേഴ്സൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ശ്രീമതി ആയിഷ ബി ഷിയാസ് ചെയർപേഴ്സൺ ആരോഗ്യാലയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ശ്രീ ജെയിംസ് വേളാശ്ശേരി, ശ്രീ ജെറി ജോസഫ് എത്തുമെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പം വരുന്നതാണ്. അതേപോലെ ഹിനോസ, അജിൻ, പിന്നെ അതേപോലെ നമ്മുടെ 2 മെമ്പർമാരകത്ത് നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് നമ്മളെ സഹായിച്ചിരിക്കുന്നത് റൊട്ടേറിയൻ ജോബി ജോസും അതേപോലെ റൊട്ടേറിയൻ ജിതിനും. ജോബി ജോസ് എറണാകുളത്താണുള്ളത്. അതേപോലെ ജിതിൻ ബാംഗ്ലൂരുമാണ്. 2 പേർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതേപോലെ നമ്മുടെ സ്റ്റെല്ല ഏലീസ് ബോർഡിംഗ് സ്കൂളിലെ ഇൻട്രാക്ട് ക്ലബിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ചെയർപേഴ്സൺ സെക്രട്ടറി മരിയ സജി മറ്റു കുട്ടികളെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഡെന്നീസ് ചാണകം സ്റ്റെല്ല മേരീസിൻ്റെ ചെയർമാൻ ഡെന്നീസ് ചാണകം സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. പ്ലേ കാരണത്തിൽ തിരക്കുള്ള കാരണം സാറ് കൊണ്ടുപോയി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥികൾ ഹരിതകർമ്മസേനാംഗങ്ങളാണ്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എല്ലാവിധ നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഹരിതകർമ്മസേന, അവരെ പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വനിതാ ദിനത്തിൽ സേവനത്തിന് കാണിക്കുന്ന ഈ പ്രതിബദ്ധത എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്നതാണ്. ഈ റോട്ടറി ക്ലബ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതല്ല, കുറച്ചൊക്കെ കാര്യം കുറച്ചൊക്കെ അറിയിച്ചിട്ടുണ്ട്. റോട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200ഓളം രാജ്യങ്ങളിൽ 14 ലക്ഷത്തോളം വരുന്ന മെമ്പേഴ്സ് ഉള്ളൊരു സന്നദ്ധ സംഘടന, സേവനത്തിന് മുൻതൂക്കം നൽകുന്ന സന്നദ്ധ സംഘടനയാണ് റോട്ടറി എന്ന് പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ റോട്ടറി ചെയ്യുന്നുണ്ട്.
തിരുവമ്പാടി റോട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22 മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ്. ആ സംഘടന തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി പഞ്ചായത്തുകളിൽ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന മെമ്പേഴ്സ് കോഴിക്കോടുണ്ട്, അതേപോലെ താമരശ്ശേരിയിൽ മെമ്പറുണ്ട്. റോട്ടറി ക്ലബ്ബ് അവർ വന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് ആദരിക്കുന്നതെന്ന്. എല്ലാ ക്ലബ്ബുകാരും അങ്ങ് ഓരോ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ആദരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കാൻ വേണ്ടി റോട്ടറി ക്ലബ്ബ് ഇന്ന് തയ്യാറായി വന്നിരിക്കുന്നു. അവർക്ക് അതിൽ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവരുടെ ഭാരവാഹികൾ ഇനിയും മുമ്പോട്ട് നല്ല രീതിയിൽ ഇവരുടെ റോട്ടറി ക്ലബ്ബ് വിജയകരമായി സമൂഹത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ബോധവൽക്കരിക്കാൻ അല്ലാതെ അവർ സ്വയം നമ്മൾ ചെറിയ പ്രായത്തിലെ പിള്ളേര് ചെരുപ്പൂരിയിടുന്നത് പോലെ, നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പൂരിയിടാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ നമ്മുടെ മക്കളെ തന്നെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ലേസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുപ്പിയിലെ വെള്ളമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം സിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുകയാണെങ്കിൽ വീട് മുമ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകും. ജനങ്ങൾക്കൊരു അവബോധം വന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ. ഇന്ന് വനിതാ ദിനത്തിന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. വനിതാ ദിനത്തിന് എല്ലാ വനിതകൾക്കും വനിതാ ആശംസകൾ നേരുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടികളെ സംഘടിപ്പിച്ച റോട്ടറി ക്ലബിന് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ കൃതി നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങളുടെ ക്ലബ്ബ് പോകട്ടെ. ഇനിയും സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് നിങ്ങളുടെ എല്ലാവർക്കും അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിന്റെയും എന്റെ വ്യക്തിപരമായ ഈ അവസരത്തിൽ ഞാൻ ആശംസകൾ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരുടെ ഒപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വിവിധ മേഖലകളിൽ അവർ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ആരോഗ്യ മേഖലയായിക്കോട്ടെ, അതുപോലെ രാഷ്ട്രീയ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ വനിതകൾ ഇന്ന് നല്ല മുൻപന്തിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നല്ല സാമുദായികമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസങ്ങൾ വരുന്ന ചില മേഖലകളുണ്ട്. അവരെ സമൂഹത്തിന്റെ ചില മേഖലകളിലൊക്കെ അവരെ പിന്തള്ളിക്കൊണ്ട് അവരെ പീഡിപ്പിക്കുന്നതായ ഒരു മേഖലകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ മേഖല അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമ്മുടെ പുരുഷന്മാർ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ ഹരിതകർമ്മ സേനയിലെ സഹോദരന്മാരെയും ആദരം കൊടുക്കുന്ന തിരുവമ്പാടി റോട്ടറി ക്ലബിന്റെയും ഈ അവസരം ഞാൻ മുക്തകണ്ഠം പ്രശംസ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഇവിടെ നടത്തുകയുണ്ടായി. കൂടരഞ്ഞി വെച്ചിട്ട് ആ വികസന സെമിനാറിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യമായ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹരിത കൂടരഞ്ഞി, അതുപോലെ തന്നെ ക്ലീൻ കൂടരഞ്ഞി എന്ന ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതിൽ തന്നെ ക്ലീൻ കൂടരഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടരഞ്ഞിയിലെ ഹരിതകർമ്മസേന അംഗങ്ങളൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നല്ല രീതിയിൽ തന്നെ ഈ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ കാര്യങ്ങളിൽ വളരെ 100% കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ വിഭാഗമാണ് നമുക്കറിയാം. ഇനി തുടർന്നും അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് നമുക്ക് നല്ല 100% ഉറപ്പുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതേപോലെ തന്നെ ഈ റോട്ടറി മിസ് ക്ലബിൻ്റെ ഭാരവാഹികളെ, അതിലെല്ലാത്തിലും ഉപരി ഇവിടെ എത്തിയിട്ടുള്ള കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ, വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ് ഇന്ന് നമ്മൾ വനിതാ ദിനം മാർച്ച് 8. അത് എല്ലാത്തിലും വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആദരവ്. അവരെ ഈ ക്ലബിനെ വളരെ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കലും നമ്മുടെയൊക്കെ വീട്ടുകാരേക്കാൾ കൂടുതൽ ഹരിതകർമ്മസേന അംഗങ്ങളെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗാധ്യക്ഷൻ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് പെട്ടെന്നൊരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു.
എന്താണ് കാര്യം എനിക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ആ മീറ്റിംഗ് വിളിച്ചിട്ട് പ്രസിഡന്റ് പറയാണ്, ഈ വരുന്ന മാർച്ച് 8-ാം തീയതി വിമൻസ് ഡേ ആണ്, അതിന് നമ്മളെ ആരെ ആദരിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ കൂടിയിരുന്ന ആൾക്കാരൊക്കെ ബോർഡിൽ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. എല്ലാവരും ഓരോരോ സജഷൻ പറയുന്നതിന് മുന്നേ പ്രസിഡന്റിന്റെ അഭിപ്രായം പറഞ്ഞു, കൂടഞ്ചിയിലെ ഹരിത കർമ്മസേനയുടെ വനിതകളെ വിളിക്കാമെന്ന്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞങ്ങളുടെ ക്ലബ്ബ് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരു അഭിപ്രായം വരുന്നുണ്ട്. കാരണം കൂടഞ്ചി പഞ്ചായത്തിൻ്റെ ഹരിതകൾ നിലനിർത്തുന്ന നമ്മുടെ വീടുകളിലാണ് തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു മെസ്സേജ് ഓൾറെഡി ഇതിനകം ഹരിതകർമ്മസേന പാസ് ചെയ്തിട്ടുണ്ട്. വീടുകളിൽ പണ്ടൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വരും എന്ന് പറഞ്ഞ് ചാക്കിലേക്ക് ഇടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏകദേശം 90% ലെവലിലേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വീടുകളിലേക്ക് എല്ലാ മാസവും എത്തിച്ചേരുന്ന ആൾക്കാർ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ 2 മാസം കൂടുമ്പോൾ വരുന്ന ആകെ ഇലക്ട്രിസിറ്റിൻ്റെ ബില്ല് നോക്കാൻ വരുന്ന ആളാണ്. അത് വരുമ്പോൾ ആൾക്കാർ പറയും, ഇപ്പോൾ വന്ന് പോയല്ലോ, ഇനി വരാനായോ, മാസമാണ് പിറന്നവരുള്ളൂ, ഇപ്പോൾ എത്തിയോ എന്നൊരു ഡൗട്ടാണ്. കാരണം ആ ആൾക്കാർ വന്ന് ഇലക്ട്രിസിറ്റിയുടെ മെഷീൻ എടുത്ത് അത് അന്ന് വൈകുന്നേരം അവരെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു, ബില്ല് അടയ്ക്കുന്ന ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഹരിതകർമ്മസേനയുടെ ആൾക്കാർ എത്താൻ താമസിച്ചാൽ ചിലപ്പോൾ 10-ാം തീയതി വന്ന പോലെ ആയിരിക്കും, 25-ാം തീയതി ആകുമ്പോൾ പറയും, ഈ മാസം ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വന്നില്ലേ, കണ്ടില്ലല്ലോ. കാരണം അവരെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ഒരു പ്രദേശത്താണെങ്കിൽ ഏതൊക്കെ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നത്, കുറേ കാലങ്ങളുടെ വീട്ടിൽ ആരൊക്കെ താമസമില്ലാത്തത്, പുതിയതാരാണ് വന്നത്, ഇതൊക്കെ അറിയാൻ ഏറ്റവും എളുപ്പം ഈ ഹരിതകർമ്മസേനയുടെ തീരുമാനം ചോദിക്കുകയാണ്. കാരണം ആ രീതിയിൽ സാധാരണക്കാരുടെ ജീവിതാവസ്ഥയിലേക്ക് ഇടുകി ചേരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആദരവിന് ഏറ്റവും അർഹമായ ആൾക്കാരാണ് അവരെ. അപ്പോൾ ഈ വിമൻസ് ഡേയുടെ എല്ലാ ആദരവും എല്ലാവരുടെ ആശംസകൾ അവർക്ക് നേരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വനിതകൾക്കും റോട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലും എൻ്റെ പേരിലും ഈ വിമൻസ് ഡേയുടെ ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് റെജിമെന്റ് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന കൂടരഞ്ഞിയുടെ സാരഥി ശ്രീമതി ഭൂമി ഷിബു, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഹരിതകർമ്മസേനയിലെ മുഴുവൻ അംഗങ്ങളെ, പ്രിയപ്പെട്ട റോട്ടറി കുടുംബാംഗങ്ങളെ, മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആചരിക്കുക. നമുക്കറിയാം ഒരുപാട് ആചരണങ്ങളുണ്ട്. അതിൽ നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15, നമ്മളിതുപോലെ തന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ വെച്ചു നമ്മളതിനെ എന്താ പറയുക ഒരു ആഘോഷമാക്കി മാറ്റി ആ ഡേ അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷെ ഒരു 2000-ന് ശേഷമുള്ള യുവതലമുറയോട് ഇങ്ങനെ ഒരു ദിവസം ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ അവർ സ്വാതന്ത്ര്യത്തിൽ വളർന്നവരാണ്. അവർക്ക് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു ആവശ്യമില്ല. വനിതാ ദിനം ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 1800 കാലഘട്ടത്തിലൊക്കെ മാറുമറയ്ക്കൽ സമരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ സ്ത്രീകളുണ്ട്. അവരത് നേടിയെടുത്തു, അന്നത് ആവശ്യമായിരുന്നു. പിന്നീട് നമ്മൾ വനിതകളുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സമത്വം എന്ന വാക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ സമത്വമല്ല വേണ്ടിയിരുന്നത്, അവരൊരു യൂണിക്നെസ് ആയിരുന്നു. എനിവേ നമ്മൾ മാർച്ച് 8 ലോക വനിതാ ദിനമായിട്ട് ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ആചരിക്കുകയാണ്. എല്ലാ വനിതകൾക്കും, പ്രത്യേകിച്ചും കൂടരഞ്ഞിയുടെ സാരഥിയായിരിക്കുന്നതും ഒരു വനിതയാണ്. കൂടെയുള്ള ഒരുപാട് പേരും വനിതകളാണ്. എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, 2 മിനിറ്റ് സമയമുള്ളൂ. നമുക്ക് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ രൂപം കൊണ്ട ഒരു സംഘടനയൊന്നും അല്ലത്. എനിക്ക് തോന്നുന്നത് 1997 മുതൽ ടീച്ചിങ് അധ്യാപന രംഗത്ത് വന്നതാണ്. അതിൽ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അതിലെ അവസാനത്തിൽ ഒരു പാഠഭാഗം വരും, ആരോഗ്യകരമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള വാക്കാണത്.
പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഇതെപ്പോഴാണ് വന്നത്? തേക്കലയില് പോത്തിന്റെ ഇറച്ചിയും അല്ലെങ്കിൽ മീനും ഒക്കെ പൊതിഞ്ഞു കിടന്ന ഒരു കാലത്ത് നമുക്ക് ഈ പ്രശ്നമില്ലായിരുന്നു. അല്പം കൂടി നമ്മുടെ നാടൊക്കെ എന്താ പറയാ, എല്ലാ ടെക്നോളജിയിലും മുന്നേറിയപ്പോൾ പ്ലാസ്റ്റിക് കവറുകളും പാക്കിങ്ങും സുലഭമായി ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു വില്ലനെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയത്. 2005 ഞാൻ സ്കൂളിൽ കയറുമ്പോഴൊക്കെ പരീക്ഷയിൽ ഒരു ചോദ്യം വരും, പക്ഷേ ഇരിക്കുന്ന പലരും എഴുതിയിട്ടുണ്ടാവും പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഒരു 2 വാക്കെങ്കിലും. അതൊന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു, അത് എവിടെ എങ്ങനെ ഇതിനെ നമ്മൾ പ്രതിരോധിക്കണമെന്നുള്ളത്. 2017 വരെ സ്കൂൾ ശാസ്ത്രമേളയിലെ ഒരു വിഷയവുമായിരുന്നു ഇത്, പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ എന്ത് ചെയ്യാമെന്നുള്ളത്. ഉത്തരം കിട്ടാൻ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഒരു 10-30 വർഷത്തോളം അവസാനം 2017 ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. അതിന് മുമ്പ് പ്ലാസ്റ്റിക് എന്ത് ചെയ്യും, എവിടെ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക്കിനെ ഉരുക്കിയിട്ട് റോഡ് ടാർ ചെയ്യുന്നതിന്റെ അടിയിൽ ഇരിക്കാം, അങ്ങനെയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാലങ്ങളുണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ല ഒരു ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ട് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വനിതകൾ മാത്രം അടങ്ങുന്ന ഒരേ ഒരു കൂട്ടായ്മ, അതാണ് കേരള സേനയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വനിതകളുടെ പുസ്തകത്തിൽ ആദ്യം പറയാം, നിങ്ങളുടെ യൂണിഫോം അടിപൊളിയാണ്, നല്ല കോമ്പിനേഷൻ. അത് നിങ്ങളുടെ കൂട്ടായ്മയാണ് വെച്ച് പറയുന്നത്. ഏതൊരു ജോലിയിലും ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഓരോ മീറ്റിങ്ങിൽ പോലും ഞങ്ങൾ 50 പേരുള്ള ലേഡീസിൽ ഇതുപോലെ ഒരു മുഴുവൻ പേരും ഒരേ യൂണിഫോമിൽ വന്നതില്ല. എനിവേ നിങ്ങൾ ആ കാര്യത്തിൽ 100% വിജയിച്ചിരിക്കുന്നു, അഭിനന്ദനങ്ങൾ. അപ്പോൾ 2017 മുതൽ ഇങ്ങനെ ഒരു ഘട്ടം പറഞ്ഞപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെ മാത്രം എന്നും ഒതുക്കാൻ പറ്റില്ല, എങ്ങനെ നമ്മുടെ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാം. ഒരുപക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിലെ ബാക്കി ഏത് കാര്യത്തിനെയും കൊണ്ടുപോകാൻ ആളുകൾ മുമ്പോട്ട് വരും. പക്ഷെ ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ തീരുമാനം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇത് വരും തലമുറയ്ക്കായിട്ടാണ്. നിങ്ങളുടെ മുഴുവൻ പ്രവൃത്തിയും വരും തലമുറയ്ക്കായിട്ടുള്ളതാണ്. ബാക്കി ഞാനൊക്കെ ജോലി ചെയ്യുന്നത് ഞാൻ തന്നെ ശമ്പളം വാങ്ങി ഞാൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതല്ല, അതിനും അപ്പുറമാണ്. ഇതിൻ്റെ വില നമുക്കിടാനായിട്ട് ആവില്ല. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് ഞാൻ സാർക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ മാറ്റം വരുത്താനുണ്ടെന്ന്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ ഏറ്റവും ഉന്നത തലപ്പം വരെയുള്ളത്തേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ പോകേണ്ടത്. ഇനിയും ഇതിൽ എന്ത് മാറ്റം വരണം എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ജോലി ഇതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് നമ്മുടെ പഞ്ചായത്തിന് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ അവതരിപ്പിക്കണം. അവതരിപ്പിച്ചുകൊണ്ട് ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. എനിക്ക് തോന്നുന്നു റോട്ടറി ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവരും എല്ലാവരും റോട്ടറി മെമ്പേഴ്സ് എല്ലാവരും മറ്റേതെങ്കിലും ഒരു മേഖലകളിൽ അവർക്ക് ജോലിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉള്ളതാണ്. അതിൽ അധിക സമയം കണ്ടെത്തിക്കൊണ്ട് അവരൊരു കൂട്ടായ്മ, അതിലവർ ഏറ്റവും നല്ലതായി ചെയ്യുന്ന ഒരു കാര്യമെന്ന് നമ്മുടെ റോട്ടറി സനീഷ് പറഞ്ഞതുപോലെ ഈ വർഷം ചെയ്തതിലെ പ്രസിഡന്റിന് ഏറ്റവും എന്താ പറയാ ഒരു എന്തോയിലൂടെ അത് പറയാവുന്ന ഒരു പ്രോഗ്രാമാണിത്. വളരെ നന്നായിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെല്ലാം ഈശ്വരന്റെ മുമ്പിൽ നമ്മുടെ നാടിന് വേണ്ടി നന്മയൊക്കെ എത്തിയിരുന്നു. ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും ആദ്യമായിട്ട് ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് കർമ്മസേനയുടെ പ്രത്യേകത എല്ലാവരും വന്നിട്ടുണ്ടോ? മീൻസ് ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻസ് താഴെ ഒഴിഞ്ഞു വരുന്നവരിൽ കണ്ടിരുന്നു. ഒരാഴ്ച ഒക്കെ ഉണ്ട്. എനിവേ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തില് ഇങ്ങനൊരു നല്ലൊരു പ്രോഗ്രാം മീൻസ് ഇത് ചെയ്തതിൽ ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത് 1917 അത് റഷ്യൻ റിപ്പബ്ലിക് ഇതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആദ്യത്തെ ആ ലേഡീസ് കുറച്ച് മീൻസ് സംഭാവനകൾ ചെയ്തിരുന്നു. അതിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1920
ലെനിനാണ് ഇതിനെ മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ 1977 77-ലാണ് ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങോട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലേഡീസ് ഈ സമൂഹത്തിന് ചെയ്ത നല്ല കർമ്മം മീൻസ് മഹത്തായ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ആദരിക്കുന്നതിനും അറ്റ് ദ സെയിം ടൈം ലേഡീസിന് ഉള്ള അവർക്ക് മീൻസ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരെ ബോധവൽക്കരിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. അതാണ് മെയിനായിട്ടുള്ള ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ലക്ഷ്യം. എന്നുവെച്ചാൽ ഏത് ജോബിനും അതിൻ്റെതായിട്ടുള്ള മാന്യതകളുണ്ട്. നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ മണിപ്പൂരിൽ ഞാൻ പോസ്റ്റ് ആയപ്പോഴും ഇതുകൊണ്ട് തന്നെ നമ്മളവിടെ എല്ലാ ലേഡീസ് എല്ലാവരും ഈക്വലായിട്ട് ഡ്രസ്സപ്പ് ചെയ്തത് മീൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആരാണ് റിച്ച് ആരാണ്. ഇവിടെയൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ലുക്കിൽ. പക്ഷെ അവരെ എല്ലാ ലേഡീസ് അവരുടെ ലുക്കിലെ ആണ് ഇത്. ഞാനും പക്ഷേ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സന്തോഷം. ഇങ്ങനെ നല്ലൊരു ഫംഗ്ഷനിൽ വരാൻ പറ്റിയ സന്തോഷം. ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കൂടണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗോപി ഷിബു, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സാദര നമസ്കാരം. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഇത്ര ആൾക്കാരെ, ഇത്ര അമ്മമാരെ, എനിക്ക് ഒക്കെ അമ്മമാരെ പോലെയാണ്, ഇത്ര അമ്മമാരെ ഒരുമിച്ച് കാണാൻ പറ്റി. അതിലൊക്കെ വലിയ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. And I'm so glad to stand in front of you. And ലോകത്തിന്റെ കരുത്തെന്ന് വേണം നമുക്ക് പറയാം. നമ്മുടെ ഹരിത കർമ്മസേന അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ വുമൺസ്. ആൻഡ് കുടുംബത്തിന്റെ താങ്ങാണല്ലേ ഇവര്, അല്ലേ അല്ലേ അതെ. ആൻഡ് താങ്ങുമായ എല്ലാ വനിതകൾക്കും ഞാൻ ഹൃദയപൂർവ്വം വുമൺസ് ഡേ, ഹാപ്പി വുമൺസ് ഡേ ഞാൻ നേരുന്നു. ആൻഡ് സ്വപ്നങ്ങൾ പിന്തുടരാൻ ധൈര്യം നൽകിക്കൊണ്ട് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഞാൻ ആദരവും നന്ദിയും അർപ്പിക്കുന്നു. നിങ്ങളുടെ ശക്തിയും ആത്മവിശ്വാസവും ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കൂടണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗോപി ഷിബു, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, കോഴിക്കോടിന്റെ മലയോര മേഖലകളായ കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലും സേവനത്തിന്റെയും നന്മയുടെയും പുതുകിരണങ്ങൾ വിരിച്ചുകൊണ്ട് കഴിഞ്ഞ 2.5 വർഷമായി ഉദയം ചെയ്തതാണ് റോട്ടറി മുസ്ലിം മദ്രസ തിരുവമ്പാടി. നമ്മുടെ നാടിന്റെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു കൈ സഹായിക്കാൻ ഞങ്ങൾ പ്രതിബദ്ധരാണ്. ഉദാഹരണമായി പറയാവുന്ന ഒന്നാണ് കക്കാടംപൊയിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം നൽകിയത്. അതുപോലെ കൂടരഞ്ഞിയിലെ 2 സ്കൂളുകളിൽ സ്റ്റെല്ല മേരീസ് ബോർഡിംഗ് സ്കൂളിലും സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലും കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേന പാലിറ്റീവ് രോഗികൾക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസം മുതൽ TB പേഷ്യൻസിന് പ്രത്യേക പോഷകാഹാരം നൽകുന്നതിനായി ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ടിറങ്ങിയാണ്. നമ്മുടെ കൂടരഞ്ഞിയിലെ സാമൂഹ്യ സേവനത്തിന്റെ വെള്ളരിപ്രാവുകളായ ഹരിത കർമ്മസേനയിലെ ചേച്ചിമാരെ ഞങ്ങൾ ആദരിക്കുന്നു. അവരുടെ നന്മകളെ ഞങ്ങൾ ഏറെ വില കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നേ ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. അതും അന്തർദേശീയ വനിതാ ദിനത്തിൽ അവരെ ആദരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു തരുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട് കടക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടി ഞങ്ങളുടെ റോട്ടറിയുടെ പ്രസിഡന്റ് റേച്ചലിന്റെ ചിന്തയിൽ വന്നൊരു കാര്യമാണ്. അപ്പോൾ തന്നെ റോട്ടറിയിൽ അത് ചർച്ച ചെയ്യുകയും വൈസ് പ്രസിഡന്റിന്റെ അഭാവം ശ്രീ ജോർജ് കുട്ടി വഴിയാണ് പ്രസിഡന്റുമായി സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത്രയേറെ തിരക്കിനിടയിലും ഓടി വന്ന് ഞങ്ങളുടെ ഒപ്പമായിരുന്ന
സ്വീകരിച്ച കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബോബി ഷിബുവിന് റോട്ടറി മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ റോട്ടറി മിസ്റ്റി മെഡോസ് പ്രസിഡന്റായ രജിസ്റ്ററിനാണ്. സാമൂഹ്യ സേവനം എന്നത് രക്തത്തിൽ അലിഞ്ഞുചേർന്ന നമ്മുടെ പ്രസിഡന്റ് കൂടരഞ്ഞിക്കാരുടെ റജി മത്തായി ഇന്നത്തെ ഈ പരിപാടി അദ്ദേഹവും സെക്രട്ടറി മെൽബിനും റോട്ടറി മിസ്റ്റി മെഡോസിന്റെ ബാക്കി എല്ലാ അംഗങ്ങളുടെയും സഹകരണമാണ് ഇന്ന് ഈ പരിപാടി നടത്താൻ സാധിച്ചത്. ഈ നിമിഷം ഞങ്ങളുടെ റോട്ടറിയുടെ പ്രസിഡന്റ് ശ്രീ രവിചേട്ടന് റോട്ടറി മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിസാറ ബീഗം, ക്ഷേമകാര്യ ചെയർമാൻ ശ്രീ ജെയിംസ് വേളാശ്ശേരി എന്നിവർക്കും റോട്ടറി മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആശംസ അറിയിച്ച കേരള ശ്രീമതി മിനി തോമസിനും മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത പ്രസംഗം ആശംസിച്ച ബിന്ദു ഷാജിക്ക് മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആശംസ അറിയിച്ച നമ്മുടെ റോട്ടറി മിസ്റ്റി മെഡോസിന്റെ സർജൻ ആർമ്സ് പ്രസിഡന്റ് എലക്സ് സനീഷ് ചേട്ടനും മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ റോട്ടറി ആൻഡ്സിനെ മുൻനിരയിൽ നിർത്തി നയിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ സന്തോഷ് ഡോക്ടറുടെ വൈഫും പ്രിയങ്കരിയുമായ ഷൈജ ടീച്ചർക്ക് റോട്ടറി മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ റോട്ടറി മിസ്റ്റി മെഡോസിന്റെ സെക്രട്ടറി മെൽബിൻ അഗസ്റ്റിൻ അദ്ദേഹത്തിനും മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആശംസ അറിയിച്ച സ്റ്റെല്ല മേരിയ സ്കൂളിലെ ഇന്ററാക്ട് ക്ലബ് സെക്രട്ടറി മരിയ സജിനും അതുപോലെ ബാക്കി കുട്ടികൾക്കും റോട്ടറി മിസ്റ്റി മെഡോസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ വന്ന ഹരിത കർമ്മസേനയിലെ എല്ലാ അംഗങ്ങൾക്കും